ഹായ് ഫ്രണ്ട്സ്, ഷൈനികൃഷ് ടാരോട്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ വിട്ട് അകന്നതിന് ശേഷവും നിങ്ങളെ വിട്ട് പിരിഞ്ഞതിന് ശേഷവും അവർ മനസ്സിലാക്കിയ സത്യം എന്താണ് നിങ്ങളെക്കുറിച്ച്. അപ്പോൾ അത് നമുക്ക് നോക്കാം. Nine of Swords, Six of Swords, okay, the Moon, Queen of Cups, Two of Cups, the Devil, Seven of Pentacles, Five of Pentacles, Ace of Wands, Six of Pentacles. ബോട്ടം വന്നിരിക്കുന്നത് ദ വേൾഡ് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് അവിടെ നയൻ ഓഫ് സോട്ട്സ് ആണ്. അവർക്ക് ഇപ്പോൾ ഉറങ്ങാൻ പോലും കഴിയാത്ത രീതിയിൽ അവർ സ്ട്രെസ്ഡ് ആണ്. അവരത്രയും ഒരുപാട് ദുഃഖിച്ച് കരയുന്ന എനർജിയാണ് കാണുന്നത്. നിങ്ങളോടിരുന്നപ്പം ഭയങ്കര നിങ്ങളടുത്ത് ഒരുപാട് വാക്ക് തർക്കവും വഴക്കും കോൺഫ്ലിക്റ്റും ഒക്കെ നടത്തി നിങ്ങൾക്കൊരു പ്രാധാന്യവും തരാതെ ചിലപ്പോൾ മറ്റു ചില ഓപ്ഷൻസിൻ്റെ പുറകെ അവർ പോയിട്ടുണ്ടാവും. നിങ്ങളടുത്ത് അത്രയും കടുത്ത വാക്കുകൾ സംസാരിച്ചിട്ടുണ്ടാവും. ഒട്ടും ധർമ്മമല്ലാത്ത രീതിയിൽ സംസാരിച്ചിട്ടുണ്ടാവും, പ്രവർത്തിച്ചിട്ടുണ്ടാവും. ബട്ട് അതെല്ലാം ഓർത്ത് ഇപ്പോൾ ദുഃഖിക്കുന്ന കരയുന്ന ഒരു എനർജിയാണ് വന്നിരിക്കുന്നത്. അവർക്ക് ഉറങ്ങാൻ പോലും കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം. അവർ കുറേ നെഗറ്റീവ്സിൻ്റെ പുറകെ ആയിരുന്നു. അവർക്ക് സത്യം എന്താണ്, യഥാർത്ഥ സ്നേഹം എന്താണ്, നിങ്ങളുടെ വാല്യൂ എന്താണെന്നൊന്നും അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം അവരിപ്പോൾ മനസ്സിലാക്കുന്നു എന്നാണ് കാണുന്നത്. അതാണ് ഫസ്റ്റ് തന്നെ അവർ പഠിച്ച പാഠം ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾ പല പ്രാവശ്യം നിങ്ങളുടെ സ്നേഹമായിരിക്കാം, കമ്മിറ്റ്മെൻ്റ് ആയിരിക്കാം, അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഒരുപാട് ആ വ്യക്തിയോട് ശ്രമിച്ചിരുന്നു. പക്ഷേ ആ വ്യക്തി കുറേ നെഗറ്റീവ്സിൻ്റെ ചിന്തകൾ ആയിരിക്കാം ആ വ്യക്തിയുടെ, അല്ലെങ്കിൽ എന്തോ നിങ്ങളൊരു കാഷ്വലായിട്ട് എടുത്തു ആ വ്യക്തി. നിങ്ങളൊരു ഓപ്ഷൻ അല്ലെങ്കിൽ ഒരു കാഷ്വലായിട്ട് എന്തോ ആവാം, എന്തും പറയാം, അങ്ങനെ ഒരു കാഷ്വലായിട്ട് എടുത്തത് കൊണ്ട് തന്നെ നിങ്ങളുടെ പോസിറ്റിവിറ്റിയോ നിങ്ങളുടെ ആത്മാർത്ഥതയൊന്നും അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള കാര്യം അവർ പഠിച്ചു എന്നാണ് ഇവിടെ കാണുന്നത്. പിന്നെ ഇവിടെ വന്നിരിക്കുന്നത് സിക്സ് ഓഫ് സോട്ട്സ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു വാക്കവേ നടത്തി എന്നാണ് അവർ ചിന്തിക്കുന്നത്. അതായത് കുറേ പ്രശ്നങ്ങളിങ്ങനെ ഫേസ് ചെയ്ത് നിങ്ങൾ ഒരുപാട് പറയാനും മനസ്സിലാക്കാനും ഒരുപാട് കരഞ്ഞിട്ടുണ്ടാവും, പറഞ്ഞിട്ടുണ്ടാവും, വഴക്കടിച്ചിട്ടുണ്ടാവും. പക്ഷെ അവർക്ക് അതിലൊന്നും അവർ മനസ്സിലാക്കാതെ നിന്നപ്പോൾ തന്നെ നിങ്ങൾ ഫൈനലി നിങ്ങൾക്കിനി വയ്യ എന്നുള്ള ഒരു എനർജിയിൽ വന്ന് നിങ്ങൾ സമാധാനവും വേണം, എനിക്ക് സ്വസ്ഥത വേണമെന്നുള്ള ഒരു മൂഡിലോട്ട് പോയിട്ടുണ്ടാവാം, മൈൻഡിലോട്ട് പോയിട്ടുണ്ടാവും കുറച്ച് പേര്. അതിലും കുറച്ച് പേര് ഒരു വാക്കവേ തന്നെ നടത്തിയിട്ടുണ്ടാവും. നിങ്ങളുടെ പാട് നോക്കി പോയിട്ടുണ്ടാവും. സോ അത് അവരിപ്പോൾ മനസ്സിലാക്കുന്നത്. കുറച്ചുപേരൊക്കെ ജീവിതത്തിൽ നിന്നായിരിക്കാം, കുറച്ചുപേര് മെൻ്റലി ആയിരിക്കാം. ആ ഒരു പഴയ ബോണ്ടെല്ലാം വിട്ടിട്ട് നിങ്ങളുടെ ഫ്യൂച്ചറിനെ നോക്കി പോകാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ സന്തോഷം കണ്ടെത്താൻ നിങ്ങൾ ശ്രമിക്കുന്നു എന്ന് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു. പിന്നെ ദ മൂൺ ഇവിടെ വന്നിട്ടുണ്ട്. ഈ ബന്ധത്തിലിരുന്ന് നിങ്ങൾ ഒരുപാട് ചിന്തിച്ചു കൂട്ടി ഒരുപാട് ഡിപ്രഷൻ, സ്ട്രെസ്സ്, ആ ഒരു സ്റ്റേജിൽ വരെ നിങ്ങൾ പോയിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ ഒരുപാട് ഉറങ്ങാൻ പോലും കഴിയാത്ത രീതിയിൽ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഈ ബന്ധം കാരണം. സോ അതിനെല്ലാം ആ വ്യക്തിയും ഒരു കാരണമായിരുന്നു എന്നുള്ള കാര്യം ആ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്നു. പിന്നെ ഇവിടെ ക്യൂൻ ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. നിങ്ങൾ ഒരുപാട് ഗിവിങ് നേച്ചറായിരുന്നു. അതായത് നിങ്ങളൊരുപാട് അത്രയും വീണ്ടും നിങ്ങളെക്കാളുപരി അവരെ സ്നേഹിച്ചിരുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. അതവരിപ്പോൾ മനസ്സിലാക്കുന്നു. അത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ കൂടെ ഇരുന്നപ്പോഴെല്ലാം അവർക്ക് അത്രയും ഒരു ഹീലിംഗ് കിട്ടിയിരുന്നു. അവർക്ക് എന്തൊക്കെ പ്രഷർ, വർക്ക് ലോഡായാലും അല്ല ലൈഫിലുള്ള എന്ത് പ്രശ്നമായാലും നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ അവരത്രയും ഒരു ഹീലിങ്ങും ഒരു പോസിറ്റിവിറ്റിയും ഒരു സന്തോഷവും ഒക്കെ അനുഭവിച്ചിരുന്നു എന്നുള്ള കാര്യം അവരിപ്പോൾ മനസ്സിലാക്കുന്നു. നിങ്ങൾക്കുള്ളിൽ എന്തോ ഒരു പോസിറ്റീവ് വൈബായിരിക്കാം, നിങ്ങളുടെ ഒരു ഉള്ളിലുള്ള ഒരു ഓറയുടെ പവറായിരിക്കാം, എന്തായാലും അതവർക്ക് കിട്ടിയിരുന്നു. ബട്ട് ഇപ്പോൾ അതെല്ലാം അവർ നഷ്ടപ്പെടുത്തി എന്നുള്ള കാര്യം അവരിപ്പം മനസ്സിലാക്കുന്നു. പക്ഷേ നിങ്ങളെ കൂടെ ഇരുന്നപ്പോൾ ചിലപ്പോൾ അവർക്കതൊന്നും നിങ്ങളുടെ പോസിറ്റിവിറ്റിയോ നിങ്ങളിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഹീലിംഗ് ഒന്നും അവർ മനസ്സിലാക്കുക, അതിനൊരു വാല്യൂ തരാൻ നിന്നിട്ടുണ്ടാവും. പിന്നെ ഇവിടെ ടു ഓഫ് കപ്സ് വന്നിട്ടുണ്ട്.
അവർക്കിപ്പോൾ ഫീലാകുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിലുള്ളത് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയിരുന്നു, അല്ലെങ്കിൽ ഒരു സോൾമേറ്റ് കണക്ഷൻ പോലെ ഒരിക്കലും പിരിയാൻ പറ്റാത്ത ഒരു ബന്ധമായിരുന്നു എന്ന് അവരിപ്പോൾ ഫീൽ ചെയ്യുന്നു എന്നാണ് കാണുന്നത്. അതായത് നിങ്ങളെ വിട്ട് ചിലപ്പോൾ കുറച്ച് പേരൊക്കെ പോയിട്ടുണ്ടാവാം, കുറച്ച് പേര് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും അകൽച്ചയും അവർ തന്നെ ചിലപ്പോൾ മൂവ് ഓൺ ചെയ്തിട്ടുണ്ടാവും. അവർ തന്നെ മൂവ് ഓൺ ചെയ്താൽ പോലും ഇപ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത് നിങ്ങളെ അത്രയും അവർ മിസ് ചെയ്യുന്ന ഒരു ഫീലിംഗ്. അവർക്ക് എത്രയൊക്കെ മാറിപ്പോകണമെന്ന് ശ്രമിച്ചാലും നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ ഓർമ്മകളും ഇങ്ങനെ വന്ന് നിറയുമ്പോൾ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ടോ, അങ്ങനെയൊക്കെ ചിന്തിച്ചു പോകുന്നു എന്നാണ് കാണുന്നത്. പിന്നെ ഇവിടെ ദ ഡബിൾ കാർഡ് വന്നിട്ടുണ്ട്. കുറച്ച് പേർക്ക് ഇവിടെ നിങ്ങളിപ്പോൾ ഒരു അഡിഷനാണ് എന്നുള്ള സത്യം അവർ മനസ്സിലാക്കുന്നു എന്നാണ് കാണുന്നത്. അതായത് എത്രയൊക്കെ വിട്ടിട്ട് പോകണം, എല്ലാം കട്ട് ഓഫ് ചെയ്യണമെന്ന് പറഞ്ഞാലും നിങ്ങളുടെ ചിന്തകൾ വന്ന് അവരെ അഡിക്റ്റഡ് ആക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് അവർക്കൊരു അഡിഷൻ ആയിരുന്നു എന്നൊക്കെ അവർ മനസ്സിലാക്കുന്നു എന്നാണ് കാണുന്നത്. കുറച്ച് പേർക്ക് ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഈ വ്യക്തി ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലൊക്കെ പെട്ടുപോയി, കണ്ണ് മൂടപ്പെട്ട രീതിയിൽ നിങ്ങളുടെ സ്നേഹമോ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു സോൾമേറ്റ് കണക്ഷനോ റിലേഷൻഷിപ്പോ ഒന്നും അവർ ഇടയ്ക്ക് എവിടെയോ നഷ്ടപ്പെട്ടു പോയി, അതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണമാണെന്നുള്ള സത്യവും അവരിപ്പോൾ മനസ്സിലാക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. തേർഡ് പാർട്ടിയുടെ വാക്കുകളായിരിക്കാം, പ്രലോഭനങ്ങളിലായിരിക്കാം, അങ്ങനെയുള്ള എന്തൊക്കെയോ പ്രലോഭനങ്ങളിൽ അവർ വീണുപോയി എന്നുള്ള സത്യവും അവരിപ്പോൾ മനസ്സിലാക്കുന്നു. കാരണം നിങ്ങളെ വിട്ട് ചിലപ്പോൾ അവിടെ അങ്ങനെ തേർഡ് പാർട്ടി തേടി പോയിട്ടുണ്ടെങ്കിൽ, അവരിപ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്നെങ്കിൽ, അങ്ങനെ ഒരു പാഠം പഠിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിന്ന് ഇവരെന്ത് പ്രയോറിറ്റി കൊടുത്തോ അവിടെ അവർ ഇപ്പോൾ ബിരിയാണി കിട്ടുമെന്ന് പറഞ്ഞിട്ട് പോയിട്ട് ചിലപ്പോൾ അവിടെ പഴങ്കഞ്ഞിയായിരിക്കും ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതൊരു റീസൺ ആയിരിക്കാം. നെക്സ്റ്റ് ഇവിടെ 7 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അവരിപ്പോൾ എന്ത് ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ കാര്യത്തിൽ ഇനി ആ പഴയ പോലെ ഉള്ള ആ ഒരു ബോണ്ട് തിരിച്ചു വരുമോ എന്ന് അവർക്കിപ്പോൾ പേടിക്കുന്നു. അതായത് പേടിക്കുന്നു എന്നതിലുപരി അത് നഷ്ടപ്പെട്ടു, ഇനി എത്ര എഫേർട്ട് ഇട്ടാലും ആ ഒരു പഴയ ബോണ്ടോ പഴയ ഒരു റിലേഷൻഷിപ്പോ തിരിച്ചു വരുമെന്ന് അവർക്ക് പ്രതീക്ഷയില്ല എന്നാണ് അവർ വിചാരിക്കുന്നത്. നേരത്തെയൊക്കെ നിങ്ങൾ ഇത്രയും ചിലപ്പോൾ ഒരു സ്ട്രോങ് ആയിട്ട് നിങ്ങളൊരു വാക്കവേ നടത്തിയതായിരിക്കാം ചിലപ്പോൾ, അല്ലെങ്കിൽ മെൻ്റലി ചിലപ്പോൾ നിങ്ങൾ മാറി നിൽക്കുന്നുണ്ടാവാം. എന്തായാലും ഇപ്പോൾ അല്ലെങ്കിൽ ആ വ്യക്തി തന്നെ പോയത് കൊണ്ട് തന്നെ നിങ്ങളിനി ആ പഴയ രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പ് തിരിച്ചു വരുമെന്ന് ഡൗട്ടാണ് എന്ന ഒരു ചിന്തയും ആ വ്യക്തിക്കുണ്ട്. പിന്നെ ഇവിടെ വന്നിരിക്കുന്നത് വീണ്ടും 5 ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. എല്ലാം നഷ്ടപ്പെട്ട എനർജി അവർക്കിപ്പം ഈ കുറേ മറ്റു ചില ഓപ്ഷൻസൊക്കെ തേടിപ്പോയി, എനിക്ക് അവിടെയാണ് സുഖമെന്ന് ചിലപ്പോൾ പോയിട്ടുണ്ടെങ്കിൽ, ബട്ട് ഇപ്പോൾ അവിടെ ഒറ്റപ്പെട്ട എനർജിയാണ്. നിങ്ങളെ എങ്ങനെ അവർ തഴഞ്ഞ് അല്ലെങ്കിൽ പ്രയോറിറ്റി തരാതെ പോയോ സെയിം സിറ്റുവേഷൻസ് അവിടെ ആ വ്യക്തി ഫേസ് ചെയ്യുന്നു. അതായത് അവിടെ ആ വ്യക്തി ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്, എല്ലാവരും കൂടെ അവരെ തനിച്ചാക്കിയ ഒരു സിറ്റുവേഷൻ. അതുമല്ലെങ്കിൽ അവർക്കിപ്പോൾ അവിടെ ഒരു പ്രയോറിറ്റി കിട്ടുന്നില്ല എന്നുള്ളതും അവർ ചെയ്ത ഒരു തെറ്റാണെന്നുള്ള കാര്യം അവർ മനസ്സിലാക്കുന്നു. ബട്ട് ഇവിടെ ഏസ് ഓഫ് വാൺസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ കുറേ കാര്യങ്ങൾ ആ വ്യക്തിക്ക് മനസ്സിലാകുന്നു എന്നാണ് കാണുന്നത്. നേരത്തെ കുറേ നിങ്ങൾ ചിലപ്പോൾ പല കാര്യങ്ങളും മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവും. അത് നിങ്ങളുടെ സ്നേഹമായിരിക്കാം, നിങ്ങളുടെ ബന്ധത്തിൻ്റെ പ്രശ്നങ്ങളായിരിക്കാം, അതും അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളവർക്ക് അതിനെക്കുറിച്ചായിരിക്കാം. നിങ്ങൾ പല കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാനും ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ആ വ്യക്തി നിങ്ങളെ മനസ്സിലാക്കാതെ അവരാണ് ബെറ്റർ എന്ന് ചിലപ്പോൾ പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹവും ഇഷ്ടവും മനസ്സിലാക്കാതെ പോയിട്ടുണ്ടാവും. ബട്ട് ഇപ്പോൾ അതൊക്കെ മനസ്സിലാക്കുന്നു എന്നാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ അവരൊരു ന്യൂ ബിഗിനിങ്സും ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളോടൊപ്പം. നെക്സ്റ്റ് ഇവിടെ വന്നിരിക്കുന്നത് 6 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഒരു സത്യം അവർ മനസ്സിലാക്കുന്നുണ്ട്, അവർ നിങ്ങൾക്കൊരു ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് തന്നിട്ടില്ല. പല കാര്യങ്ങളും നിങ്ങളോട് ഷെയർ ചെയ്തിട്ടില്ല. ഫസ്റ്റെല്ലാം നല്ല രീതിയിൽ തന്നെ പോയിട്ടുണ്ടാവും, പിന്നെ എവിടെയോ എപ്പോഴോ അതൊരു മൂന്നാമതൊരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ തന്നെ നിങ്ങളെ കാഷ്വലായിട്ട് എടുത്തതായിരിക്കാം, നിങ്ങൾക്കൊരു വാല്യൂ തരാതെ നിന്നതായിരിക്കാം. എന്തായാലും അങ്ങനെ ഒരു ഷെയറിങ് നിങ്ങൾക്കിടയിൽ നിന്ന് നഷ്ടപ്പെട്ടു. അതുമാത്രമല്ല കുറച്ച് പേർക്ക് നിങ്ങളെ മറച്ചു വെച്ച് ആ വ്യക്തി പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അത് ചിലപ്പോൾ നിങ്ങളും മനസ്സിലാക്കിയതായിരിക്കും. ബട്ട് ഇതെല്ലാം ഒരു റീസൺ ആണെന്ന് അവരിപ്പോൾ ചിന്തിക്കുന്നുണ്ട്. പിന്നെ അവിടെ ബോട്ടത്തിൽ ദ വേൾഡ് കാർഡ് വന്നിട്ടുണ്ട്. വേൾഡ് റിവേഴ്സാണ്. അതായത് സിറ്റുവേഷൻസ് എല്ലാം മാറിപ്പോയി. നേരത്തെ ഈ വ്യക്തിക്ക് കുറേ കാര്യങ്ങൾ, ഈ വ്യക്തി എന്തൊക്കെ തെറ്റൊക്കെ ചെയ്താലും എന്തൊക്കെ പറഞ്ഞാലും എല്ലാം കുറേ അനുകൂലമായിരുന്നു കാര്യങ്ങൾ. ചിലപ്പോൾ ആ വ്യക്തി വന്ന് നിങ്ങളടുത്ത് കുറേ മാനിപ്പുലേഷൻ, അല്ലെങ്കിൽ ആ വ്യക്തി ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഉള്ള കുറേ കാര്യങ്ങൾ വളച്ചൊടിച്ച് പറയുമ്പോഴെല്ലാം നിങ്ങൾ ചിലപ്പോൾ വിശ്വസിക്കുമായിരിക്കും, വീണ്ടും വീണ്ടും ആ വ്യക്തിയുടെ അടുത്ത് പോയിക്കൊണ്ടിരുന്നിരിക്കും. ബട്ട് ഇപ്പോൾ കാരണം അപ്പോഴത്തെ സിറ്റുവേഷൻസ് ആ വ്യക്തിക്ക് അനുകൂലമായിരുന്നിരിക്കാം. ബട്ട് ഇപ്പോൾ എല്ലാം റിവേഴ്സായി എന്നാണ് ഇവിടെ കാണുന്നത്. എല്ലാം ആ വ്യക്തിക്ക് ഓപ്പോസിറ്റായിട്ടാണ് നടക്കുന്നത്. ആ വ്യക്തി എവിടെ സക്സസ്, അല്ല ഞാൻ ചെയ്യുന്നതാണ് റൈറ്റ്സ് എന്നൊക്കെ പറഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ
അപ്പോൾ എല്ലാം തെറ്റായി നടക്കുന്നു. ആ വ്യക്തിയുടെ ജീവിതത്തിൽ എല്ലാം തെറ്റായിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ഈശ്വരൻ, ആ പ്രപഞ്ചശക്തി പോലും അയാളെ കൈവിട്ട ഒരു എനർജിയിലാണ് ആ വ്യക്തി, അങ്ങനെയാണ് ആ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഏഞ്ചൽസ് ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഏഞ്ചൽസ് മെസ്സേജ്, സോറി. ലിസൺ ടു യുവർ ഇൻറ്റ്യൂഷൻ. ഓക്കെ, യു ആർ റെഡി. ഒരു കാർഡ് കൂടെ എടുക്കാം. പെർഫെക്റ്റ് ടൈമിംഗ്. നിങ്ങളുടെ ലൈഫിൽ ഇനി എന്ത് വേണം, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ ഇനി നിങ്ങൾ എന്താണ് ഡിസിഷൻ എടുക്കേണ്ടതെന്ന് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പറയുന്നത് കേൾക്കൂ എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. നമ്മുടെ ഇൻറ്റ്യൂഷൻ തന്നെ എപ്പോഴും നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കും. നമുക്ക് എന്താണ് വേണ്ടത്, റൈറ്റ് പാത്ത് എന്താണ്, ശരിയായ റൂട്ട് എന്താണെന്ന് നമ്മുടെ ഇൻറ്റ്യൂഷൻ പറയും. ബട്ട് നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ അതിനെയെല്ലാം ക്ലോസ് ചെയ്തിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നതിൻ്റെ പുറകെ പോകും. എനിക്കതാണ് വേണ്ടത്, അതാണ് വേണ്ടതെന്ന്. അപ്പോൾ ഇവിടെ പറയുന്നത് നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ ശ്രദ്ധിക്കൂ. ഇൻറ്റ്യൂഷൻ പറയുന്നത് പോലെ കേട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ സക്സസ് വരും. കാരണം ഇവിടെ യു ആർ റെഡി എന്നാണ് പറയുന്നത്. നിങ്ങളെല്ലാറ്റും ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെല്ലാം റെഡി ആവണമെങ്കിൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പറയുന്നത് കേൾക്കുമ്പോൾ എല്ലാം റെഡി ആവും എന്നാണ് പറയുന്നത്. പെർഫെക്റ്റ് ടൈമിംഗ് എന്നാണ് പറയുന്നത്. നിങ്ങൾക്കിപ്പം ഇനി അങ്ങോട്ട് നിങ്ങൾക്കൊരു നല്ലൊരു ടൈം തന്നെയാണ്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇതിലുള്ള പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം ക്ലെയിം ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.